ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. 3 ചോദ്യങ്ങൾ ഒരാൾ ചോദിച്ചത്. 1. വാങ്ങിപ്പ് പെരുന്നാളിന് ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണല്ലോ അർത്ഥം. പ്രാർത്ഥനയിൽ വാങ്ങിപ്പോയ പിതൃക്കൾക്കും ഭ്രാതാക്കൾക്കും നൽകാശ്വാസം എന്ന് പാടുന്നത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരെക്കുറിച്ച് മാത്രമാണോ? ഉത്തരം: ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോവുക, തൻ്റെ കർത്താവിലേക്ക് വാങ്ങിപ്പോവുക, ശരീരത്തിൽ നിന്ന് വാങ്ങിപ്പോവുക എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ആദ്യം മുതലുള്ള സഭയിൽ ഉപയോഗിച്ചിരുന്ന പദങ്ങളാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയുടെ മരണത്തിന് വാങ്ങിപ്പെന്ന പദം പതിവായിരുന്നു. എന്നാൽ വിശുദ്ധ കന്യക സാധാരണ മനുഷ്യരെ പോലെ മരിച്ചതിന് ശേഷം ശരീരവും ആത്മാവും സ്വർഗത്തിൽ അയക്കപ്പെട്ടു എന്നാണ് വിശ്വാസം. ഈ മരണത്തിൻ്റെ ഓർമ്മയ്ക്ക് ശൂനോയ പെരുന്നാൾ എന്ന് പേരുണ്ടായി. സാധാരണ മനുഷ്യരുടെ ആത്മാവ് മാത്രമേ വാങ്ങിപ്പോകുന്നുള്ളൂ. എന്നാൽ വിശുദ്ധ കന്യമറിയാമിൻ്റെ ശരീരവും ആത്മാവും വാങ്ങിപ്പോയി എന്നാണ് വിശ്വാസം. രണ്ടും വാങ്ങിപ്പ് തന്നെയല്ലേ? AD 451 മർക്കിയാനോസ് ചക്രവർത്തി കന്യമറിയാമിൻ്റെ തിരുശേഷിപ്പുകൾ തനിക്ക് നൽകുവാൻ ഊർസ്ലേം മെത്രാപ്പോലിത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് മെത്രാപ്പോലിത്താർ മറുപടി: കന്യമറിയാമിൻ്റെ മരണവും ഉടലോടെ എടുക്കപ്പെടലും അപ്പോസ്തലന്മാർ കണ്ടിട്ടുള്ളതാണെന്നും ഊർസ്ലേം ഖബർ ശൂന്യമാണെന്നും അറിയിക്കുന്നു. ചോദ്യം 2. കന്യമറിയാമിന് ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? ഉയർത്തെഴുന്നേൽപ്പ് എല്ലാ വിശ്വാസികളായ മരിച്ചവർക്കും ഉള്ളതാണ്. കന്യമറിയാമിനുമുണ്ട്. പക്ഷേ കന്യമറിയാമിൻ്റെ കാര്യത്തിൽ തൻ്റെ മൃതശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഏലിയായും ഹാനോക്കിനെയും പോലെയാണ്, നമ്മെപ്പോലെ അല്ലല്ലോ. അദ്ദേഹം തന്നെ 3ാമത് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. മാതാവേ, ദൈവസന്നിധിയിൽ നിനക്ക് ധൈര്യമായ പ്രവേശനം മൂലം ഈ പ്രാർത്ഥനയുടെ അർത്ഥമെന്ത്? വിശ്വാസം മൂലം വചനത്തെ സ്വീകരിക്കുക എന്നതാണ് മനുഷ്യത്വത്തിൻ്റെ പാരമ്യം. അതുതന്നെയാണ് ദൈവബന്ധത്തിനുള്ള മാർഗവും. ഈ വചന സ്വീകരണത്തെ ശാരീരികമായും ആത്മീയമായും പൂർണ്ണമായും നിർവഹിച്ചവൾ എന്ന അർത്ഥത്തിലാണ് കന്യമറിയാമിന് ദൈവസന്നിധിയിൽ ധൈര്യപൂർണമായ പ്രവേശനമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിന് മാത്രം അനുസരിച്ചാണ് നമ്മുടെ പ്രവേശന സാധ്യത വർദ്ധിക്കുന്നത്. ദൈവത്തിന് ഭക്ഷഭേദമില്ലല്ലോ, അപ്പോസ്തല പ്രവർത്തികൾ 10:34 പറയുന്നു. എന്നാൽ ദൈവമാതാവിൻ്റെ വിശ്വാസം അസാധാരണമാണ് താനും. വിശ്വാസത്തിൽ നിന്നും ദൈവത്തിരുമുമ്പാകുള്ള പൂർണ്ണ സമർപ്പണത്തിൽ നിന്നും ദൈവകൃപ മൂലം ലഭിച്ചതാണ് ധൈര്യപൂർണമായ പ്രവേശനം. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിനനുഗ്രഹിക്കട്ടെ.